വരൂ, എന്റെ പിന്നാലെ വരൂ. കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് ഒരു വലിയ വചനവ് പറഞ്ഞുതരാം. അതിനു മുമ്പ് മത്തായി എങ്ങനെയാ കർത്താവ് വിളിച്ച് വേർതിരിച്ചേ? ചുങ്കക്കാരനായ മത്തായിയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ കൂടെ കൂട്ടിയേ. മത്തായി എടാ എന്റെ കൂടെ പോര് എന്നേ പറഞ്ഞോളൂ. മത്തായി എപ്പ തന്നെ കൂടെ ചെന്നു, ഉള്ളതെല്ലാം ഉപേക്ഷിച്ചു. ഈ ചുങ്കക്കാരെ പാപികളായി കണ്ട കാലത്താ മത്തായി സ്ലീഹയെ കൂടെ കൂട്ടി കർത്താവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നേ. അപ്പൊ പരീശന്മാരെ പരിഹസിച്ചു. നീ ഇവരുടെ കൂടെ ഇരുന്നാണോ ആഹാരം കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു കിട്ടില്ല ഡയലോഗുണ്ട്. രോഗികൾക്കല്ലാതെ ആരോഗ്യവാന് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല, നീതിമാന്മാരെയല്ല പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനത്രേ ഞാൻ വന്നത്. ഇങ്ങനെ പറഞ്ഞ നമ്മുടെ സ്വന്തം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്തപിക്കുക, അവന്റെ പിന്നാലെ ചെല്ലുക, അവൻ നമ്മളെ അനുഗ്രഹിക്കും.